current sensation of Malayalam film industry. Yes. The new lover boy of Kerala. Yes. പെൺകുട്ടികളുടെ ഹാർട്ട് ത്രോബ്. എന്റെ ദൈവമേ. എന്റെ കൂടെ മിസ്റ്റർ നിവിൻ പോളി. വെൽക്കം ടു സ്റ്റാർ ജാം നിവിൻ. താങ്ക് യു ഷാൻ. Star Jam with RJ Shan. തട്ടം നിവിന്റെ വീക്ക്നെസ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നിവിൻ പോളി ഇപ്പൊ പെൺകുട്ടികളുടെ വീക്ക്നെസ് ആണോ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയൊക്കെ ആരൊക്കെയോ പറയുന്നുണ്ട്. സത്യം പറയൂ, ഇപ്പൊ തട്ടത്തെ മറയത്ത് ഇറങ്ങിയതിനു ശേഷം എത്ര പെൺകുട്ടികളുടെ വീക്ക്നെസ് ആയി നിവിൻ? എനിക്ക് അറിഞ്ഞൂടാ. കുറെ മെസ്സേജസ് വരുന്നുണ്ട്, ഫേസ്ബുക്കിലും കുറെ മെസ്സേജ്, കുറെ കോൾസ് വരുന്നുണ്ട്. എന്താ പറഞ്ഞു? പടം ഇഷ്ടപ്പെട്ടു, നല്ല പെർഫോമൻസ് ആണ്, പോട്ടെ. കുറെ ലവ് യു മെസ്സേജസ് വരുന്നു, കുറെ ലവ് യു മെസ്സേജസ് വരുന്നു, പിന്നെ കുറെ മുത്തങ്ങൾ വരുന്നു. ഇതൊക്കെയാണ് ഇപ്പം പുറത്തു പറയാവുന്ന രീതിയിൽ. പുറത്ത് പറയാൻ പറ്റാത്ത എന്തൊക്കെ വന്നു അത് ഞാൻ പറയുമോ മോനെ? നിവിൻ കല്യാണം കഴിച്ചാണെന്ന് അറിയോ അവർക്കൊക്കെ? കുറെ പേർക്കൊന്നും അറിഞ്ഞു കേട്ടോ, കുറെ പേർക്കൊക്കെ അറിയാം. കുറെ പേര് കല്യാണം കഴിച്ചാന്ന് പറയുമ്പോൾ അയ്യോ ഒരു വിളിയാക്കാം. ഞാൻ എല്ലാവർക്കും പറ്റുന്ന സമയത്ത് ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. താങ്ക് യു പറഞ്ഞ റിപ്ലൈ ചെയ്യും. ലവ് യു എന്ന് പറയുമ്പോൾ എന്താ റിപ്ലൈ ചെയ്ത്? അപ്പൊ ഒരു സ്മൈലി അയക്കും, സ്മൈലിയിൽ ഒതുക്കും. എന്തായാലും ടു സ്റ്റാർട്ട് വിത്ത് എനിക്ക് നിവിൻ പോളി ആ ഡയലോഗ് പറയുന്നത് കേൾക്കണം. ഏതാണ്? എന്റെ സാറേ. ഇപ്പൊ പറയണോ? ഇപ്പൊ പറയണം, കേൾക്കണം. ഞാൻ ഫുൾ ബാസിലിടാം. ലെറ്റ്സ് ഗോ 3, 2, 1. ഓളാ തട്ടോട്ട് കഴിഞ്ഞ എന്റെ സാറേ, പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല, ആ തട്ടത്തിനകത്തുള്ള അവളുടെ മുഖം മാത്രം. ബിഫോർ തട്ടത്തിൻ മറയത്ത് ആൻഡ് ആഫ്റ്റർ തട്ടത്തിൻ മറയത്ത് നിവിന്റെ ലൈഫ് എങ്ങനെ ചേഞ്ച് ആയി? ബിഫോർ തട്ടത്തിൻ മറയത്ത് അങ്ങനെ കാര്യമായ അനക്കങ്ങളൊന്നും ഇല്ലാതെ ഒരു ഒതുങ്ങിക്കൂടി നടക്കുന്ന ഒരുത്തനായിരുന്നു ഞാൻ. ഒരു നിവിൻ പോളി ആയിരുന്നു. ഇപ്പൊ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു നിവിൻ പോളി. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഷോ. ക്ലബ് എഫ്എമ്മിൽ ഇത് സ്റ്റാർ ജാം ആൻഡ് എന്റെ കൂടെ ഉണ്ട് നിവിൻ പോളി. ടൺ കണക്കിന് ഫൺ. Star Jam with RJ Shan. Smart Boys. ആൻഡ് ഇപ്പൊ ക്ലബ് എഫ്എമ്മിൽ 2 സ്മാർട്ട് ബോയ്സ് ആണുള്ളത്. ആൻഡ് ഒരു സ്മാർട്ട് ബോയുടെ പേര് ഷാൻ, ആൻഡ് അടുത്ത സ്മാർട്ട് ബോയുടെ പേര് നിവിൻ പോളി. ഈ 2 സ്മാർട്ട് ബോയ്സ് ഉള്ളത് എവിടെയാണ്? സ്റ്റാർ ജാം. ഓൾറൈറ്റ്, ഹിയർ വി ഗോ. തട്ടത്തിൻ മറയത്ത് എന്നുള്ള മൂവിയിലെ സ്മാർട്ട് ബോയ്സ് എന്നുള്ളൊരു ഗ്യാങ് ഉണ്ട്. യെസ്. എന്തായിരുന്നു നിവിന്റെ ഗ്യാങ്ങിന്റെ പേര്? ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ഗ്യാങ്ങിന്റെ പേര് ബാൻ ബോയ്സ് എന്നായിരുന്നു. ബാൻ ബോയ്സ്, അതായത് ബിബിൻ, ആഷിഖ്, നിവിൻ, അങ്ങനെ 3 പേരുടെ ആദ്യ അക്ഷരം കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ബാൻ ബോയ്സ് ഒക്കെ എഴുതി ഉണ്ടാക്കി. ഞങ്ങൾ വിസിറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കി എല്ലാ പിള്ളേരും കൊടുക്കുമായിരുന്നു. ഒരു വക പ്രാന്തായിരുന്നു. ബാക്ക് ബെഞ്ചസ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരു 6 പേരുടെ ഒരു മഹാ അലമ്പായ ഒരു ബെഞ്ചായിരുന്നു ഞങ്ങളുടെ 2 പേരുടെ. Is it true? അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് പണ്ട് ബാക്ക് ബെഞ്ചിൽ ഇരുന്നവരാണ് പിന്നീട് ഇന്ത്യയുടെ ഫ്രണ്ട് റോയിലേക്ക് വരുന്നത്. Is it true? ഷാൻ എന്ത് തോന്നുന്നു? രക്ഷപ്പെടോ? ഞാൻ രക്ഷപ്പെടോ ഷാന്? എനിക്കറിയാമോ അള്ള പോലെ. നമുക്ക് നോക്കാം. എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഓപ്പണിംഗ് വരികയാണ്. ഇനി പുതിയ റാഗിംഗ് സ്റ്റോറീസ് വരികയാണ്. എന്താണ് നിവിന്റെ റാഗിംഗ് കഥകൾ? കേട്ടെ. ഞങ്ങളായിരുന്നു കോളേജിലെ ഫസ്റ്റ് ബാച്ച്. അപ്പൊ ഞങ്ങൾക്ക് റാഗിംഗ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് വരുന്നവർക്കാണ് റാഗിംഗ് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ആദ്യമേ ഹോസ്റ്റലിലെ പിള്ളേരാണല്ലോ ഇറങ്ങാം റാഗിങ്ങിന് വേണ്ടി. ഹോസ്റ്റലിൽ പല സംഭവവാസങ്ങളും നടന്നു. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നിങ്ങൾ എന്തൊക്കെ റാഗിംഗ് ചെയ്തത്? ഞാനൊക്കെ ചെയ്ത മാക്സിമം റെക്കോർഡ് ചെയ്തിരിക്കാൻ ജൂനിയേഴ്സിനെ കൊടുക്കും. കാരണം വലിയ പാടാണ് റെക്കോർഡ് ചെയ്താൽ. വരയ്ക്കണം, കറക്റ്റ് നല്ല വൃത്തിയുള്ള അക്ഷരത്തിൽ എഴുതണം. 2 പേരും കൊടുക്കും. ആമ്പിള്ളേർ ചിലപ്പോൾ ഇത്തിരി മോഡ തിരിച്ചു കാണിക്കും. പിന്നെ എന്തൊക്കെ റാഗിംഗ് ചെയ്തില്ല? പിന്നെ തല്ലുണ്ടാക്കിയിട്ടുണ്ട് വെറുതെ. ഞങ്ങൾ ലഞ്ച് ബ്രേക്കിന് ഞങ്ങൾ ചുമ്മാ ഇതുപോലെ ഞാനും ഈ ആഷിഖ്, ബിബിൻ, ഞങ്ങൾ 3 പേരും ചുമ്മാ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ 4 കെട്ടാണ്. അപ്പുറത്തെ ഒരു വരാന്തയിൽ ഒരുത്തൻ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ അവനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൻ ഞങ്ങളെ നോക്കി ചിരിച്ചില്ല. ജൂനിയർ, സബ് ജൂനിയർ. അവനെന്താ ഞങ്ങളെ നോക്കി ചിരിച്ചാ? അത് നമുക്കൊന്ന് ചോദിക്കണല്ലോ എന്നുള്ള. അപ്പോഴത്തേക്കും ബെല്ലൊക്കെ അടിച്ചു. അവ സീനിയേഴ്സ് ആണല്ലോ. അപ്പൊ അതിന്റെ ഒരു ചാടയിൽ ഞങ്ങൾ ചെന്നു. എന്താണ് നോക്കി ചിരിച്ചാന്ന് പറഞ്ഞു. എനിക്ക് ചിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവനൊരു തെറിയണ്ട് വിളിച്ചു. നമുക്ക് ഒറ്റ സാധനം മതി. ഞങ്ങൾ അവനെ അവിടെ വെച്ച് ആഷിഖാണ്. ആഷിഖ് എന്താ അവനെ വെച്ച് എന്റെ തല്ല് ഉന്തെന്ന് ചെയ്ത് നമ്മൾ ക്ലാസ്സിൽ കയറിയിരുന്നു. ക്ലാസ്സിൽ കയറിന്നിട്ട് ഞങ്ങൾക്ക് അവന് ശരിക്കും ഒരെണ്ണം കൊടുക്കായിരുന്നു. അവൻ അങ്ങനെ നമ്മൾ റെസ്പെക്ട് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു തീരല്ല. ഇവൻ ഞങ്ങളുടെ ക്ലാസ്സിന് മുമ്പിൽ കൂടെ നടന്നു വഴി അവൻ ജനലെ കൂടെ ഞങ്ങളെങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടി ഇപ്പൊ കാണിച്ചു തരാൻ അവസ്ഥയിലാണ് നോക്കി. അത് ഞങ്ങൾക്ക് ഭയങ്കരമായ ഒരു ആവേശവും ഒരു ഉത്തേജകവും നൽകി. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 3 കഴിഞ്ഞിട്ട് സാർ ഞങ്ങൾക്കൊന്ന് പുറത്തു പോകണം. എന്താണ് കാര്യം? ഞങ്ങൾക്ക് പുറത്തു പോകണം സാർ, ഞങ്ങൾക്ക് അറ്റൻഡൻസ് തരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇറങ്ങി പൊക്കണം പറഞ്ഞു. ഞങ്ങൾ നേരെ പിന്നാലെ പോയി. അവൻ ലൈബ്രറി ചെന്ന് അവൻ കമ്പ്യൂട്ടർ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ തല മുതൽ കാല് വരെ അവനെ ഇടിച്ച് റൊട്ടിയാക്കി. എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാര്യം ചോദിച്ചാൽ ആകെ എത്ര ഉള്ളൂ. അവൻ ചിരിച്ചില്ല മാത്രമേ ഉള്ളൂ. ക്ലബ് എഫ്എമ്മിൽ സ്റ്റാർ ജാം കണക്കിന് ഫൺ. Star Jam with RJ Shan.
And എന്റെ കൂടെ ഉണ്ട് നിവിൻ പോളി. വെൽക്കം ബാക്ക് ടു ദി ഷോ നിവിൻ. യെസ് ഷാൻ. മനസ്സിൽ പ്രണയം തുടങ്ങി കഴിഞ്ഞാൽ പറയാതെ പ്രാന്ത് പിടിച്ച് നടന്നുണ്ടോ? ഇല്ല. അങ്ങനെ പ്രാന്ത് പിടിച്ച് നടക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിന്റെ വരാന്തിയിലൂടെ. എഞ്ചിനീയറിംഗ് കോളേജ് എന്റെ +2 പഠിക്കുന്ന സമയത്ത് എന്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. അതിന്റെ പേര് ഞാൻ പറയണം, പേര് പറഞ്ഞാൽ അവൻ കൊല്ലും. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ക്ലാസ്സിലാണ്, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ അവിടെ നിന്ന് എപ്പോഴും ഒരു പെൺകുട്ടി നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് നോക്കും, ഇടയ്ക്ക് ഇവൻ നോക്കും. ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല. ഞങ്ങൾ ആദ്യം ഇവൻ നോക്കണം ശ്രദ്ധിച്ചില്ല, അവൾ നോക്കണം മാത്രം ശ്രദ്ധിച്ചുള്ളൂ. പിന്നെ ഇവന് കടുത്ത പ്രണയം. ഇവന് അത് എങ്ങനെയെങ്കിലും അവളോടായിട്ട് അവതരിപ്പിച്ചേ പറ്റും. ആദ്യം അവൾക്ക് സമ്മതമായിരുന്നില്ല. പിന്നെ അവൻ കോമ്പസ് ഒക്കെ വെച്ച് അവളുടെ പേര് അവന്റെ കയ്യിൽ ഇങ്ങനെ വരച്ചു. ഇതൊക്കെ കണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. ഇത്ര ഭ്രാന്തമായിട്ട് ഒരു പെണ്ണിനെ പ്രണയിക്കുന്ന അറിഞ്ഞ ഞങ്ങൾ അപ്പോഴാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും പോയി സംസാരിച്ച് ഞങ്ങളുടെ +2 തീരുന്ന അന്നത്തെ ദിവസം ദൂതായിട്ട് നിന്ന ഞാൻ എന്റെ മുന്നിൽ വെച്ച് അവളെ കൊണ്ട് അവനോട് പറയിച്ചു ഇഷ്ടമാണെന്നുള്ളത്. അവർ തമ്മിൽ വിവാഹം കഴിച്ചു. ഇപ്പൊ അവർക്കൊരു കുട്ടിയുണ്ട്. സ്വസ്ഥമായിട്ട് നടക്കുന്നു. എന്റെ വളരെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. അപ്പോ കയ്യില് പിന്നെ കുത്തിക്കുറിച്ചാലൊക്കെ നടക്കും. കുത്തിക്കുറിച്ചൊക്കെ നടക്കുന്ന ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ കയ്യിൽ കുത്തിക്കുറിച്ചിട്ട് ഒടുവിൽ നടക്കാണ്ട് ആ പേര് മാത്രം ബാക്കിയായിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പെൺകുട്ടികളെ വളയ്ക്കാൻ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയാണ് നിവിൻ ചെയ്തു കൂട്ടിയിട്ടുള്ള സഹായങ്ങൾ? ഇവർ തമ്മിൽ സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇവർ തമ്മിലുള്ള മെസ്സേജ് പാസ് ചെയ്യാനായിട്ടുള്ള കറക്റ്റ് ഒരു വഴി എങ്ങനെയെങ്കിലും ശ്രമിക്കുക. അതായത് ഞങ്ങള് +2 പഠിച്ചത് ഞങ്ങൾ ആലുവ ബോയ്സ് എന്ന് പറഞ്ഞ ഇതിലായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും കൈ കഴുകുന്നതും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് പാത്രം കഴിയുന്നൊക്കെ ഒരു കോമൺ സ്ഥലത്താണ്. അപ്പൊ മാക്സിമം ഇവർ രണ്ടുപേരും ഒരുമിച്ച് പാത്രം കഴിയുന്ന അവസ്ഥകളൊക്കെ ഞങ്ങൾ കൂട്ടുകാരെ കൂടി ഉണ്ടാക്കി കൊടുക്കും. ഇല്ല കാര്യമുള്ള സംഭവം അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും. ഈ സമയത്ത് ഇവന്റെ മുഖത്തുണ്ടാകുന്ന ഒരു ചമ്മലും അവളുടെ മുഖത്തുണ്ടാകുന്ന ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഒരു ദേഷ്യവും ഇറിറ്റേഷനൊക്കെ ഇങ്ങനെ കാണിക്കും. ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാക്കും. പിന്നെ ഇവരൊക്കെ പുറത്തു പോകുന്ന സമയത്ത് ഇവളുടെ ക്ലാസ്സിൽ കയറിയിട്ട് ഇവളുടെ പുസ്തകം എടുത്തുകൊണ്ട് വന്നിട്ട് ഇവന്റെ കൈ കൊടുക്കും. പിന്നെ അന്വേഷിച്ച് കിടക്കും. ഇപ്പൊ ഇവൾക്കറിയാം ഇവന്റെ കയ്യിലായിരിക്കും അല്ലെങ്കിൽ ക്ലാസ്സിലായിരിക്കും അറിയാം. പിന്നെ ഒന്ന് ചോദിക്കേണ്ട അവസരം. അപ്പൊ ഇവർ തമ്മിൽ മാക്സിമം കണ്ടുമുട്ടാവുന്ന രസകരമായ സിറ്റുവേഷൻസ് ഒക്കെ ഞങ്ങളിങ്ങനെ ഒരുപാട് +2 സ്റ്റുഡൻസ് ഈ ഷോ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കും ഇതുപോലെ പ്രണയം പുറത്തു പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്തൊക്കെ ടിപ്പാണ് കൊടുക്കാനുള്ളത്? കൊടുക്കും. ദൂതാവുന്ന പിള്ളേർക്ക് എന്തൊക്കെ ടിപ്പാണ്? ദൂതാവുന്നവർ ദൂതായി അവസാനം പെണ്ണിനെ അടിച്ചുകൊണ്ട് പോകാണ്ടിരിക്കാൻ ശ്രമിക്കുക. അതാണ് ആകെ കൊടുക്കാനുള്ള ഉപദേശം. സത്യം പറയണം. അങ്ങനെ എന്തെങ്കിലും ഇല്ല, ഞാനങ്ങനെ ദൂതായി നടന്നിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഫ്രണ്ടിന്റെ ഗേൾഫ്രണ്ടിന്റെ ഇല്ല ശ്രമിച്ചിട്ടില്ല. സത്യം. ക്ലബ് FM-ൽ ഇത് സ്റ്റാർ ജാം ടാൻ കാണാൻ ഫൺ. questions ഉണ്ടാവും. True or false എന്ന് പറയണം and why. And തട്ടത്തിൻ മറയത്ത് ഹീറോസ് here with me. നിവിൻ പോളി. Here we go. തട്ടത്തിൻ മറയത്ത് കഴിഞ്ഞു. ഞാൻ എന്റെ റേറ്റ് കൂട്ടി. True or false? True. എന്റെ കയ്യിൽ ഡേറ്റ്സ് കുറഞ്ഞു. True or false? ഞാൻ അങ്ങനെ സിനിമകൾ ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. കുറച്ച് സമയം എടുത്താണെങ്കിലും നല്ല പ്രൊജക്ട്സ് മാത്രം ചെയ്യണമെന്നുള്ളതാണ്. സോ ഐ ഹാവ് ഡേറ്റ്സ്. ഷവർമ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കൊതിയുണ്ട്. എനിക്ക് ഷവർമ കഴിക്കാൻ ഇപ്പോൾ ആഗ്രഹമുണ്ട്. True. എനിക്ക് വേണം ഷവർമ വേണം. ഷവർമ അടച്ചിട്ടിരിക്കല്ലേ? ഷവർമ അങ്ങനെ പുറത്തിട്ട് സ്ലൈസ് ചെയ്ത് കൊടുക്കാൻ പാടുന്നുള്ളൂ. ഒരു ഡിഷായിട്ട് നമുക്ക് വേണമെങ്കിൽ ഹോട്ടലിൽ കൊടുക്കാമല്ലോ. അതിനാർക്കൊന്നും പറയാൻ പറ്റില്ല. ഹോട്ടലിനകത്ത് നോ അഡ്മിഷൻ റൂമിലേക്ക് കയറണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. തോന്നിയിട്ടുണ്ടോ? ഈ നോ അഡ്മിഷൻ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ തോന്നും എന്തായിരിക്കും ഇതിന്റെ അകത്ത്. അത് തോന്നിയിട്ടുണ്ട്. മലയാളികൾക്ക് പൈങ്കിളി പ്രേമകഥകൾ ഇഷ്ടമല്ല. ട്രൂ ഓർ ഫാൾസ്? ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. എന്താണ് പൈങ്കിളി എന്ന് പറഞ്ഞാൽ? പൈങ്കിളി എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഒരു ലവ് സ്റ്റോറിയിൽ ഉണ്ടാവുന്ന എല്ലാ ക്ലീഷേസും പൈങ്കിളിയിൽ നമ്മൾ കാണും. ലൈക്ക് ഈ പറഞ്ഞ മതിൽ ചാടുക, നമ്മൾ ഇഷ്ടമാണെന്ന് പറയുക, പിന്നാലെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുക, വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടൊക്കെ നമ്മൾ പെരുമാറുക. ഇതൊക്കെ ഒരു പ്രണയത്തിൽ ഉണ്ടാവുന്ന എല്ലാ ക്ലീഷേ സംഭവങ്ങളാണ്. ഇതൊക്കെ ഒരു പൈങ്കിളി എന്നും വിളിക്കാം. തട്ടത്തിൻ മറയത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒരുപാട് ഇനോഗ്രേഷൻസ് കൂടിയിട്ടുണ്ട് നിവിൻ പോളിക്ക്. സത്യം ആണോ? എല്ലായിടത്തും റിബൺ കട്ടിക്കൊണ്ട് എന്തിനാണ് റിബൺ കട്ടിയാൻ പോകുന്നത്? റിബൺ കട്ടിയത് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ തടയും. അപ്പൊ കളയാൻ ജയവർദ്ധനെ പറഞ്ഞു വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം ജയിച്ചു എന്ന്. CCLന്റെ ഓർമ്മയിലേക്ക് കൊണ്ടുപോവാണ് ഞാൻ. നിങ്ങളുടെ CCL ടീമിൽ വിരാട് കോഹ്ലി ആരാണ്? രാജീവ് പിള്ളൈ. സച്ചിൻ ടെണ്ടുൽക്കർ ആരാണ്? അങ്ങനെ കഴിവുള്ള ഒരുപാട് പേരുണ്ട്. വിവേക് ഗോപൻ ഉണ്ട്, ഹീസ് എ ഗുഡ് ബാറ്റ്സ്മാൻ. ഇന്ദ്രേട്ടൻ നല്ല ബാറ്റ്സ്മാൻ ആണ്. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് കഴിഞ്ഞ കളിയൊന്നും കളിക്കാൻ സാധിച്ചില്ല. കേരള സ്ട്രൈക്കേഴ്സിലെ ധോനി ആരാണ്? ഞാനാണോ? എനിക്കറിഞ്ഞിട്ട് അങ്ങനെ ധോണിയൊക്കെ ആയിട്ട്. നിവിൻ പോളി CCL 6 അടിച്ചോ? ഞാൻ ഒരു റണ്ണൊക്കെ എടുത്ത് എങ്ങനെയാ എനിക്ക് തന്നെ അറിയാം. 6 അടിച്ചില്ല, 4 അടിച്ചു. 6 അടിക്കണമെന്ന് ആശ തോന്നിയിട്ടില്ലേ? ഞാൻ പ്രാക്ടീസിനൊക്കെ ശ്രമിച്ചു, പക്ഷെ അങ്ങോട്ട് കടക്കണില്ല. അപ്പൊ കോച്ച് പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റുന്ന ചെയ്താൽ മതി. അപ്പൊ നീ ഗ്രൗണ്ട് ഷോട്ട്സ് മാക്സിമം പ്രാക്ടീസ് ചെയ്താൽ മതി. 6 ഒക്കെ അടിക്കാൻ വേറെ ആമ്പിള്ളേരുണ്ട്, അവർ ചെയ്തോളും. നിന്നോട് പറഞ്ഞ പോലെ ചെയ്താൽ മതി. അടുത്ത വർഷം എനിക്ക് സ്റ്റേറ്റ് അവാർഡ് വേണം. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ്. വേണ്ട, കിട്ടിയാ നല്ലത്. ക്ലബ് FM-ൽ ഇത് സ്റ്റാർ ജാം ടാൻ കാണാൻ ഫൺ.